أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിനെ, ജീവചരിത്രത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ മുൻനിർത്തി അവിടുത്തെ ജീവിതത്തിലെ ചില വശങ്ങൾ ഞാൻ വിവരിക്കുന്നതായിരിക്കും. ചില കാര്യങ്ങൾ നേരത്തെ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുണ്ടാകാം, എന്നാൽ അവയുടെ വിശദാംശങ്ങൾ ഇവിടെ ചിലയിടങ്ങളിൽ നൽകുന്നുണ്ട്. അവിടുത്തെ ജീവിതത്തിലെ ഈ വശത്തിൽ നിന്നും അള്ളാഹുവിന് അവിടത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നതായും നമുക്ക് കാണാം. ഈ വിവരണങ്ങൾ അവിടത്തേക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൂടിയാണ് നിദർശിപ്പിക്കുന്നത്. അള്ളാഹു അവിടത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിനു ശേഷം അവിടത്തേക്ക് ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് ആ സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് അവിടുന്ന് എങ്ങനെയാണ് തൻ്റെ ഉമ്മത്തിന് ശിക്ഷണം നൽകിയതെന്നും അവർക്ക് മാർഗനിർദ്ദേശം നൽകിയതെന്നും നമ്മൾ കാണുന്നു. അള്ളാഹു തനിക്ക് അവതരിപ്പിച്ചു നൽകിയ അധ്യാപനങ്ങൾ ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന് മാർഗദർശനമാകുന്നതിനായി അവിടുന്ന് എങ്ങനെയാണ് അവർക്ക് എത്തിച്ചു കൊടുത്തതെന്ന് നോക്കുക. അതിനായി അവിടത്തേക്ക് വലിയ ഹൃദയവേദന ഉണ്ടായിരുന്നു. ആ വേദന കാരണമാണ് ഉമ്മത്തിന് എങ്ങനെ മാർഗനിർദ്ദേശം നൽകണമെന്ന കാര്യത്തിൽ അള്ളാഹു തന്നെ അവിടത്തേക്ക് മാർഗനിർദ്ദേശം നൽകിയത്. അല്ലെങ്കിൽ ഒരു വശത്ത് അവിടുത്തെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ വേദനയും മറുവശത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിൻ്റെ വേദനയും അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുഹായിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വവജദക ദ്വാല്ലൻ ഫഹദ. അവൻ നിന്നെ സ്വസമുദായത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അലഞ്ഞു തിരിയുന്നതിനായി കണ്ടപ്പോൾ നിനക്ക് അവരുടെ സംസ്കരണത്തിനുള്ള ശരിയായ മാർഗം പറഞ്ഞു തന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: നീ എൻ്റെ സ്നേഹത്തിൽ അത്യധികം ദുഃഖിതനായിരിക്കുന്നത് നാം കണ്ടു. അവസാനം നാം നിനക്ക് ഒരു മാർഗം കാണിച്ചു തന്നു. അതിലൂടെ സഞ്ചരിച്ച് നീ നമ്മുടെ അടുക്കൽ എത്തിച്ചേർന്നു. തഫ്സീർ കബീർ ഇമാം റാസിയിൽ ഈ വചനത്തിൻ്റെ വിവരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ലലാൽ എന്ന വാക്കിന് സ്നേഹം എന്നും അർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ വചനമായ ഇന്നക ഫി ലലാലിക്കൽ കദീം എന്നതിൽ ലലാൽ എന്നതുകൊണ്ട് സ്നേഹം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാരം ഇപ്രകാരമായിരിക്കും: നീ ഒരു പ്രേമിയാണ്, അതിനാൽ നിന്റെ പ്രിയപ്പെട്ടവനെ സേവിച്ചുകൊണ്ട് സാമീപ്യത്തിൻ്റെ പടവുകൾ കയറാൻ കഴിയുന്ന അത്തരം മാർഗങ്ങളിലേക്ക് ഞാൻ നിനക്ക് മാർഗനിർദ്ദേശം നൽകി. ഇതിലൂടെ അവിടുന്ന് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുകയാണെന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു അവിടത്തോട് കാണിച്ച സ്നേഹപ്രകടനവും അവിടത്തേക്ക് അള്ളാഹുവിനോടുണ്ടായിരുന്ന സ്നേഹപ്രകടനവും വിവിധ നിവേദനങ്ങളിൽ നമുക്ക് കാണാം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു:
വിശുദ്ധ ഖുർആന്റെ തനതായ ശൈലി നന്നായി അറിയുന്ന ഒരാളിൽ നിന്ന് ഇക്കാര്യം ഗോപ്യമല്ല. ചിലപ്പോൾ ആ ഉദാരവാനും കാരുണ്യവാനുമായ അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർക്കായി ബാഹ്യദൃഷ്ടിയ അഭംഗിയായ വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഫലത്തിൽ അത് അവരെ ശ്ലാഘിച്ചു കൊണ്ടുള്ളതും അവർക്ക് പ്രശംസാവചനമെന്ന നിലയിലുമായിരിക്കും. ഈ വാക്കിനെ സാധാരണഗതിയിൽ നോക്കിയാൽ അത് ശരിയായ വാക്കായി തോന്നില്ല. കാരണം ലാൽ എന്നാൽ വഴിപിഴച്ചവൻ എന്നാണ് അർത്ഥം. എന്നാൽ അങ്ങനെയല്ല. അള്ളാഹു തൻ്റെ പ്രത്യേക ദാസന്മാർക്കായി പ്രത്യേക സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഒന്നടങ്കം മാറുന്നു. ഏതുപോലെ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രകാരം പറഞ്ഞു: വവജദക ദ്വാല്ലൻ ഫഹദ. ഭാഷാകാരന്മാരുടെ ഇടയിൽ, നിഘണ്ടുകർത്താക്കളുടെ ഇടയിൽ ദ്വാൽ എന്ന വാക്കിന് പ്രചാരം നേടിയ അർത്ഥം വഴിപിഴച്ചവൻ എന്നാണ്. ഹജരത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആ അർത്ഥത്തിൽ ഈ വചനത്തിന്റെ സാരം ഇപ്രകാരമായിരിക്കും: ദൈവം നിന്നെ വഴിപിഴച്ചനായി കണ്ടെത്തുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. അതായത് സാധാരണക്കാർ പറയുന്ന അർത്ഥം അതാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വഴിപിഴച്ചവനായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മാർഗഭ്രംശത്തിലായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അവൻ കാഫിറും സത്യനിഷേധിയും ലാദീനും നിർമ്മതനും ശരീഅത്ത് അനുശാസിക്കുന്ന ശിക്ഷാവിധിക്ക് അർഹനുമാണ്. മറിച്ച് ഈ വചനത്തിൻ്റെ മുമ്പും പിമ്പുമുള്ള വചനങ്ങളോട്, പശ്ചാത്തല വചനങ്ങളോട് യോജിക്കുന്ന അർത്ഥമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അത് ഇപ്രകാരമാണ്: അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആദ്യം ഇപ്രകാരം പറഞ്ഞു: അലം യജിദ്ക യതീമൻ ഫആവ ഫവജദക ദ്വാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. അള്ളാഹു നിന്നെ അനാഥനായി കാണുകയും നിനക്ക് അഭയം നൽകുകയും ചെയ്തു. അവൻ നിന്നെ ദ്വാൽ അഥവാ ദൈവാനുരാഗത്തിൽ നിലീനനായി കണ്ടെത്തുകയും അള്ളാഹു തന്നിലേക്ക് നിന്നെ വലിച്ചെടുപ്പിക്കുകയും ചെയ്തു. നിന്നെ ലൗകിക വിരക്തനായി കാണുകയും അവൻ നിനക്ക് ഐശ്വര്യവും സമൃദ്ധിയും നൽകുകയും ചെയ്തു. ദർവേഷായി കണ്ടു നിന്നെ ധനികനാക്കി. ഹജരത് മസീഹ് ഇസ്ലാം വീണ്ടും പറയുന്നു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹൃദയ നൈർമല്യം, ഹൃദയവിശാലത, പാപരാഹിത്യം, ലജ്ജ, സത്യസന്ധത, വിശുദ്ധി, ദൈവത്തിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കൽ, വിശ്വസ്തത, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നീ സർവ്വഗുണങ്ങളിലും എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനും ഉന്നതനും സമ്പൂർണനും മഹാനും പ്രൗഢനും വരിഷ്ഠനുമായിരുന്നു. അതിനാൽ അള്ളാഹു അവിടുത്തെ സവിശേഷ ഗുണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വളരെയധികം സുഗന്ധപൂരിതനാക്കി പരിമളം ചാർത്തി. ആദ്യകാലത്തെയും അവസാന കാലത്തെയും ജനങ്ങളെക്കാൾ വിശാലവും പരിശുദ്ധവും പ്രകാശപൂരിതവുമായ ആ ഹൃദയം ആദ്യകാലത്തുള്ളവരുടെയും അവസാന കാലത്തുള്ളവരുടെയും അവലീങ്ങളുടെയും ആഖ്രീങ്ങളുടെയും വെളിപാടുകളേക്കാൾ അതിശക്തവും പൂർണ്ണവും ഉന്നതവും സമഗ്രവുമായ അത്തരം ഒരു വെളിപാട് ഇറങ്ങാൻ ഏറ്റവും അനുയോജ്യമായിരുന്നു. തിരുനബിയുടെ ഹൃദയം അപ്രകാരമുള്ളതായിരുന്നു. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ കാണിച്ചു തരുന്ന ഏറ്റവും തെളിഞ്ഞതും വിശാലവും വിസ്തൃതവുമായ കണ്ണാടിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം. ഈ കണ്ണാടിയിൽ, ഈ ദർപ്പണത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിലും അവിടുത്തെ അധ്യാപനങ്ങളിലും അള്ളാഹുവിൻ്റെ ഗുണങ്ങളും അള്ളാഹുവിൻ്റെ സത്തയുടെ ഓരോ വശവും നമുക്ക് കാണാൻ സാധിക്കും. ആ മഹാത്മാവ് പറയുന്നു: അതുകൊണ്ടാണ് മുൻ ഗ്രന്ഥങ്ങളിലെ തിളക്കം വിശുദ്ധ ഖുർആന്റെ തീക്ഷ്ണമായ രശ്മികൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി പോകുന്നത്. അതായത് മുൻഗ്രന്ഥങ്ങളിലെ വചനങ്ങൾ വിശുദ്ധ ഖുർആന് മുന്നിൽ യാതൊരു നിലയും വിലയുമില്ലാത്തതായി തീരുന്നു. ഖുർആനിൽ മുൻകൂട്ടി രേഖപ്പെടുത്താത്ത ഒരു സത്യവും എവിടെയും കണ്ടെത്താൻ ഒരു ബുദ്ധിക്കും കഴിയില്ല. ഖുർആനിൽ എല്ലാ കാര്യങ്ങളും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ പുറത്തെടുക്കുന്നതോ ചിന്തിക്കുന്നതായ ഒരു കാര്യവും ഖുർആനിൽ ഇല്ലാത്തതായിട്ടില്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ട ആവശ്യമാണുള്ളത്.
ഖുർആൻ മുൻകൂട്ടി നൽകാത്ത യുക്തിപരമായ ഒരു തെളിവും ഒരു ചിന്താധാരയ്ക്കും സമർപ്പിക്കാനാകില്ല. ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ ഖുർആൻ ചെലുത്തുന്ന അത്രയും ശക്തമായ സ്വാധീനം ചെലുത്താൻ മറ്റൊരു പ്രസംഗത്തിനും കഴിയില്ല. ആ മഹാത്മാവ് പറയുന്നു, നിസ്സംശയം അത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ ഏറ്റവും ശുദ്ധമായ ഒരു ദർപ്പണമാണ്. അതിൽ നിന്ന് ഒരു ഭക്തന് ദൈവോപലബ്ധിക്ക് ആവശ്യമായതെല്ലാം ലഭിക്കും. ഒരു സാലിക്കായ വ്യക്തിക്ക്, ഒരു ദൈവദാസന് മാരിഫത്തും അള്ളാഹുവിനെ പ്രാപിക്കാനുമുള്ള ആവശ്യമായതെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആ വിശുദ്ധ അധ്യാപനവും എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായിരുന്നു, എല്ലാ അധ്യാപനങ്ങളെക്കാളും ശ്രേഷ്ഠമായിരുന്നു, എല്ലാ വേദഗ്രന്ഥങ്ങളെക്കാളും ഉന്നതമായിരുന്നു. വിശുദ്ധ ഖുർആന്റേത് സമ്പൂർണ്ണ അധ്യാപനമാണ്. അതിനാൽ അവിടുത്തെ അസ്തിത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ അധ്യാപനത്തിൻ്റെ വാഹകമാണ്. അതും പൂർണ്ണവും സമ്പൂർണവുമാണ് എന്ന് അവിടുന്ന് തെളിയിച്ചു. അവിടുത്തെ അസ്തിത്വം എല്ലാ മനുഷ്യരെക്കാളും പൂർണ്ണമായതിനാലാണ് ഈ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവിടുത്തേക്ക് തന്നെ അവതരിച്ചത്. ആരും എത്തിച്ചേരാത്ത പൂർണ്ണതയുടെ ആ സ്ഥാനത്തുള്ള മനുഷ്യൻ അവിടുന്ന് തന്നെയാണ്. അതേ, അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിൽ ഉസ്വായ ഹസന, ഉത്തമ മാതൃകയുണ്ട്, അത് പിന്തുടരാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു അവിടുന്ന് വഴി ഇപ്രകാരം പ്രഖ്യാപിച്ചത്. ജനങ്ങളോട് പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിറു ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അർത്ഥം, നീ പറയുക, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുകയും ചെയ്യും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതിനാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നേടാനുള്ള വഴികളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ കാഴ്ചകൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അവിടുന്ന് തൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിനായി ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമലല്ലദി യുബല്ലിഗുനി ഹുബ്ബക അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വഅഹ്ലി വമിനൽ മായിൽ ബാരിദ്. അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹുവെ, നിന്റെ സ്നേഹവും നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ എത്തിക്കുന്ന കർമ്മങ്ങളും ഞാൻ നിന്നോട് അർത്ഥിക്കുന്നു. അള്ളാഹുവെ, നിന്റെ സ്നേഹം എനിക്ക് എൻ്റെ പ്രാണനേക്കാളും കുടുംബത്തെക്കാളും തണുത്ത വെള്ളത്തെക്കാളും കുളിർമയേകുന്ന ശീതളജലത്തെക്കാളും പ്രിയപ്പെട്ടതാക്കണമേ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവകാശപ്പെടുകയും താനും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനായി തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതൊരാളും, അങ്ങനെ വാദിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഈ പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഒരു നിവേദനത്തിൽ ഇപ്രകാരം വരുന്നു: ഹസ്രത്ത് അബ്ദുള്ള ബിൻ യസീദ് ഖത്മി അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അള്ളാഹുവേ, എനിക്ക് നിന്റെ സ്നേഹം നൽകണമേ, സ്നേഹം പ്രദാനം ചെയ്യണമേ. ആരുടെ സ്നേഹം നിന്റെ അടുക്കൽ എനിക്ക് ഉപകാരപ്പെടുമോ അങ്ങനെയുള്ളവരുടെ സ്നേഹം എനിക്ക് നൽകണമേ. അള്ളാഹുവെ, നീ എനിക്ക് നൽകിയ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടാനുള്ള ശക്തിയുടെ മാർഗമാക്കണമേ, അതിന് കരുത്തേകണമേ. എനിക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നീ എന്നിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ, വേർപെടുത്തുകയാണെങ്കിൽ, നിനക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ നേടാനുള്ള ശക്തിയായി അവയെ പരിവർത്തനം ചെയ്യണമേ. എനിക്ക് എന്തെങ്കിലും ലഭ്യമായാലും നഷ്ടമായാലും അതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടുന്നതിനുള്ള ശക്തിയായി മാറ്റണമേ. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്തു: എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീ എനിക്ക് നൽകുമ്പോൾ അവ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനും നിന്റെ സ്നേഹം നേടുന്നതിനും എനിക്ക് കരുത്തേകുമാറാകണേ. നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതിനും കൂടുതൽ ശക്തി പകരുമാറാകട്ടെ. അത് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നേടുന്നതിനും വഴിവെക്കട്ടെ. തുടർന്ന് അരുളി: എനിക്ക് പ്രിയപ്പെട്ടതെന്ന് ഞാൻ കരുതുന്ന ആളുകളോ വസ്തുക്കളോ
നീ എന്നിൽ നിന്നും വേർപെടുത്തുകയാണെങ്കിൽ അവ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നേടുന്നതിനും ഉള്ള വഴി വയ്ക്കട്ടെ, അതിനുള്ള ശക്തി പകരുന്ന വസ്തുക്കൾ കാര്യമാക്കി തീർക്കട്ടെ. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും വേർപെടുത്തുകയാണെങ്കിൽ അതിൽ ഞാൻ നിരാശപ്പെടാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടമായിരുന്നു അതെന്ന് കരുതി അള്ളാഹുവെ നിനക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളും പ്രിയപ്പെട്ട കാര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ശക്തിയാക്കി അതിനെ മാറ്റണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അതായിരുന്നു. ഇത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. അപ്രകാരം തന്നെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഇസാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്തു നസർ അവതരിച്ചതിന് ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എല്ലാ നമസ്കാരത്തിലും ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി. ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിന്റെ സ്തുതിയോടൊപ്പം പരിശുദ്ധനാണ്. അള്ളാഹുവെ, നീ എനിക്ക് പുറത്തു തരണമേ. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു സംഭവത്തെക്കുറിച്ച് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇപ്രകാരം പറഞ്ഞു, ഒരു രാത്രി ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ ഇരുട്ടിൽ രാത്രിയുടെ അന്ധകാരത്തിൽ തപ്പി നോക്കിയപ്പോൾ എൻ്റെ കൈ അവിടുത്തെ പാദങ്ങളിൽ ചെന്ന് തട്ടി. അവിടുന്ന് സുജൂദിലായിരുന്നു. അവിടുന്ന് അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയായിരുന്നു, നിന്റെ കോപത്തിൽ നിന്ന് നിന്റെ പ്രീതിയിലേക്കും നിന്റെ ശിക്ഷയിൽ നിന്നും നിന്റെ മാപ്പിലേക്കും ഞാൻ അഭയം തേടുന്നു. നിന്നെ സ്തുതിക്കുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട്. നീ നിന്നെക്കുറിച്ച് എങ്ങനെ പുകഴ്ത്തിയോ അങ്ങനെ തന്നെയാണ് നീ തന്നെയാണ് വിവരിച്ചതുപോലെ തന്നെയാണ് നീ. അതായത് എനിക്ക് നിന്നെ പൂർണ്ണമായി പുകഴ്ത്താനോ സ്തുതി പാഠനം നടത്താനോ സ്തുതി വർണ്ണിക്കാനോ കഴിയുകയില്ല. അതുപോലെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മറ്റൊരിടത്ത് പറയുന്നു, ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എൻ്റെ വീട്ടിലായിരുന്നു ഊഴം. ഞാൻ ഉറങ്ങിയപ്പോൾ അവിടുന്ന് നിശബ്ദനായി പുറത്തേക്ക് പോയി. അവിടുന്ന് വേറെ ഏതെങ്കിലും ഭാര്യയുടെ അടുത്തേക്ക് പോയതായിരിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ ദേഷ്യത്തോടെ പുറത്തിറങ്ങിയപ്പോൾ അവിടുന്ന് ഒരു തുണിക്കെട്ട് പോലെ നിലത്ത് സുജൂദിൽ വീണ് കിടക്കുന്നതായാണ് കാണാനായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു, സജദലക സുവാദി വ ഖയാലി വ ആമന ബി കഫ്വാദി റബ്ബി ഹാസിഹി യദി വമാ ജനൈതു അല നഫ്സി യാ അദീമു തുർജ ലികുലി അദീമിൻ ഫഗ്ഫിർ സംബൽ അദീം. അതായത്, അള്ളാഹുവെ, എൻ്റെ ശരീരവും ആത്മാവും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു. എൻ്റെ ഹൃദയം നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷിതാവേ, എൻ്റെ ഈ രണ്ട് കൈകളും നിനക്ക് മുന്നിൽ ഞാൻ നീട്ടിയിരിക്കുന്നു. ഇവ മുഖേന ഞാൻ എന്നോട് തന്നെ ചെയ്ത അക്രമങ്ങളെല്ലാം നിന്റെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഹേ മഹാനായനവേ, വലിയ പാപങ്ങൾ പുറത്തു തരണമേ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നന്മയല്ലാതെ മറ്റൊന്നും കാണാത്ത അത്രയും പൂർണ്ണനായ ഒരാൾ പോലും ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഏറ്റു പറയുന്നത്. അവിടുന്ന് തല ഉയർത്തിയപ്പോൾ എന്നെ കാണുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് പുറത്തിറങ്ങിയത്? നീ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, എന്ത് കാരണത്താലാണ് പുറത്തു വന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സംശയം തുറന്നു പറഞ്ഞു. അതായത്, എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതായത്, അങ്ങ് മറ്റേതെങ്കിലും ഭാര്യയുടെ അടുത്തേക്ക് പോയി കാണുമെന്ന് ഞാൻ കരുതി. അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ചില സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ പാപമായി മാറുന്നു. നിനക്ക് എന്നെക്കുറിച്ച് സംശയമുണ്ടോ? അത് പാപമാണ്. അതായത്, അവിടുന്ന് മറ്റേതെങ്കിലും പത്നിമാരുടെ അടുത്തേക്ക് പോയെന്ന് സംശയിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്. അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ചില സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ പാപമായി മാറുന്നു. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. അതിനാൽ തെറ്റായ ധാരണകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുന്നതും ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനം അർത്ഥിക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. പിന്നീട് അവിടുന്ന് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു ഈ വാക്കുകൾ ഓതാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിനാൽ നീ ഇപ്പോൾ ഇത് കേട്ട സ്ഥിതിക്ക് നീയും നിന്റെ സുജൂദിൽ ഇത് ഓതുക. ഈ വാക്കുകൾ ചൊല്ലുന്നവൻ സുജൂദിൽ നിന്ന് തലയുയർത്തുന്നതിന് മുമ്പ് പാപമോചനം ലഭിക്കും, മഗ്ഫിറത്ത് ലഭിക്കും. എന്നാൽ ഇതിനൊപ്പമുള്ള നിബന്ധന എന്നത് അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ബാക്കി നന്മകൾ ചെയ്യുന്നവനായിരിക്കുകയും ചെയ്യണമെന്നാണ്. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ
നിലവാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ നിബന്ധന അവരുടെ മുന്നിൽ വെച്ചില്ല. ഇത്ര മാത്രമേ അവിടുന്ന് അവരോട് പറഞ്ഞുള്ളൂ, ആയിഷയോട് പറഞ്ഞുള്ളൂ. നന്മകൾ ചെയ്യാതെ വെറുതെ പ്രാർത്ഥന മാത്രം നടത്തിയാൽ മതിയല്ലെന്നാണ് ഇതിൻ്റെ വിവക്ഷ. അതുപോലെ സ്വഹീ മുസ്ലിമിൽ കൂടുതൽ വിശദമായി ഒരു നിവേദനം വരുന്നുണ്ട്. മറ്റൊരു ദിവസം ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം പറഞ്ഞു: ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലായിരുന്നു. രാത്രിയിൽ അവിടുന്ന് വീട്ടിലെത്തി തൻ്റെ പുതപ്പ് ഊരി വെച്ചു, ചെരുപ്പ് അഴിച്ച് കാലുകൾക്ക് അടുത്ത് വെച്ചു, മേൽ പുതപ്പിൻ്റെ ഒരു ഭാഗം കിടക്കയിൽ വിരിച്ച് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിയെന്ന് അവിടുന്ന് കരുതി. അവിടുന്ന് സാവധാനം പുതപ്പ് മാറ്റി ഊരി വെച്ച പുതപ്പെടുത്ത് ചുറ്റി സാവധാനം ചെരുപ്പുകൾ ധരിച്ചു വാതിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് വാതിൽ പതുക്കെ അടച്ചു. ഞാൻ എൻ്റെ തട്ടവും മേൽപുതപ്പും എടുത്ത് അവിടുത്തെ പിന്നാലെ നടന്നു. അങ്ങനെ അവിടുന്ന് ജന്നത്തുൽ ബഖീയിലെത്തി. അവിടുന്ന് അവിടെ ചെന്ന് നിൽക്കുകയും ദീർഘനേരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ശേഷം 3 തവണ ഇരു കൈകളും ഉയർത്തി പിന്നീട് അവിടുന്ന് തിരിച്ചു നടന്നു. ഞാനും തിരിച്ചു നടന്നു. അവിടുന്ന് വേഗത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അവിടുന്ന് വേഗത വർദ്ധിച്ചപ്പോൾ ഞാനും വേഗത വർദ്ധിപ്പിച്ചു. അവിടുന്ന് കൂടുതൽ വേഗത്തിൽ നടന്നപ്പോൾ ഞാനും കൂടുതൽ വേഗത്തിൽ നടന്നു. പിന്നീട് അവിടുന്ന് വീട്ടിലെത്തി. ഞാൻ അവിടത്തേക്ക് മുമ്പേ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കട്ടിൽ കയറി കിടന്നു. അവിടുന്ന് അകത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു: ആയിഷ, നിനക്കെന്ത് പറ്റി? നീ എന്താണ് ഇങ്ങനെ കിതക്കുന്നത്? വേഗത്തിൽ നടന്നതിനാൽ ഞാൻ കിതക്കുന്നുണ്ടായിരുന്നു, ദീർഘനിശ്വാസം നടത്തുന്നുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. വേഗത്തിൽ നടന്നത് കാരണമാണ് ശ്വാസം കിതക്കുന്നതെന്ന് അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ തീർച്ചയായും എന്നോട് പറയണം, അല്ലെങ്കിൽ സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമായ ദൈവം എനിക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തെണ്ടമാകട്ടെ, ബലിയാകട്ടെ. ശേഷം എൻ്റെ മനസ്സിൽ വന്ന ചിന്തയെക്കുറിച്ചും ഞാൻ എങ്ങനെയാണ് അവിടുത്തെ പിന്നാലെ പോയതെന്നും എല്ലാ കാര്യങ്ങളും വിവരിച്ചു. അപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു: അത് ശരി, അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട് ആ നിഴൽ നീ ആയിരുന്നല്ലേ? എൻ്റെ മുന്നിൽ കണ്ട ആ നിഴൽ നീ ആയിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാഞ്ഞു. ഞാൻ പറഞ്ഞു: അതെ. അവിടുന്ന് എൻ്റെ നെഞ്ചിൽ പതുക്കെ തട്ടി. അതെനിക്ക് ശക്തമായി അനുഭവപ്പെട്ടു. അവിടുന്ന് ചോദിച്ചു: അള്ളാഹും അവൻ്റെ റസൂലും നിന്നോട് അനീതി കാണിക്കുമെന്ന് നീ കരുതിയോ? അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: മനുഷ്യർ ഒളിപ്പിക്കുന്നത് അള്ളാഹു അറിയുന്നു. തീർച്ചയായും അള്ളാഹു അത് അറിയുകയും അത് അങ്ങേക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അത് പറയാം എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിരുന്നു. നീ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ പുറത്തു പോകുന്നത് നീ കണ്ടത് അദ്ദേഹം എന്നെ വിളിച്ചതുകൊണ്ടാണ്. അദ്ദേഹം നിന്നിൽ നിന്ന് ഈ കാര്യം രഹസ്യമാക്കി വെച്ചതുകൊണ്ട് ഞാനും അത് നിന്നോട് പറയാതെ രഹസ്യമാക്കി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതെ തന്നെ ഇറങ്ങിപ്പോയത്, അദ്ദേഹത്തോടൊപ്പം പോയത്, ജിബ്രീൽ അലൈഹി സ്വലാമിനോടൊപ്പം പോയത്. നീ ഉറങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. നിന്നെ വിളിച്ചുണർത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം ഞാൻ നിന്നോട് പറഞ്ഞിട്ട് പോയാൽ നിനക്ക് തനിച്ച് ആകുമെന്നുള്ള പരിഭ്രാന്തി ഉണ്ടാകും എന്ന് ഞാൻ ആശങ്കിച്ചു. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചെയ്തതെന്ന് അവിടുന്ന് കൂട്ടിച്ചേർത്തു. ജിബ്രീൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: അങ്ങയുടെ രക്ഷിതാവ് അങ്ങയോട് അരുളി ചെയ്യുന്നു, അങ്ങ് ബഖീ നിവാസികളുടെ അടുക്കൽ പോകുകയും ആ ഖബർസ്ഥാനിൽ പോകുകയും അവർക്കായി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു: ഞാൻ അപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്കും ഈ പുണ്യത്തിൽ പങ്കുചേരാൻ കഴിയുമോ? ഞാൻ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അങ്ങ് അവർക്കായി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാനും അവിടെ പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ അവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് തിരക്കി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഇപ്രകാരം പറയുക: ഈ വീട്ടുകാരായ വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും, അത് ഖബറിലുള്ള ആളുകൾക്കും മുസ്ലിങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ പോയവരോടും വൈകി വരുന്നവരോടും അള്ളാഹു കരുണ കാണിക്കട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞങ്ങളും നിങ്ങളുമായി കൂടിച്ചേരുന്നതാണ് എന്ന് നീ പറയുക. ഈ പ്രാർത്ഥനയും അവിടുന്ന് പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ഖബർ സന്ദർശനത്തിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ അള്ളാഹുവിനോടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു നിവേദനം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. അതാ നിവേദനം ചെയ്യുന്നു: ഞാനും അബ്ദുല്ലാ ബിൻ ഉമറും ഉബൈദ് ബിൻ ഉമൈറും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നു. ഇബ്നു ഉമർ പറഞ്ഞു: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ കണ്ട ഏറ്റവും മനോഹരവും അത്ഭുതകരവുമായ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അത് കേട്ട് ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു: അവിടുത്തെ ഓരോ കാര്യവും അതിമനോഹരവും അത്ഭുതകരവുമായിരുന്നു. ശേഷം അവർ വിവരിച്ചു: ഒരിക്കൽ എന്നോടൊപ്പം രാത്രി
കഴിയാൻ ഊഴമുള്ള രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു. അവിടുന്ന് എൻ്റെ പുതപ്പിനുള്ളിൽ പ്രവേശിച്ച് എനിക്ക് തിരുനബിയുടെ ശരീരം സ്പർശിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ദേഹസ്പർശം അനുഭവപ്പെട്ടപ്പോൾ അവിടുന്ന് എന്നോട് ചോദിച്ചു, ആയിഷ, നീ എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഈ രാത്രിയുടെ ബാക്കി സമയം ഞാൻ എൻ്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ. ഞാൻ പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, അങ്ങയുടെ സാമീപ്യവും അതുപോലെ അങ്ങയുടെ ആഗ്രഹങ്ങളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതായത് എനിക്ക് അങ്ങയുടെ സാമീപ്യം ഏതുപോലെ പ്രിയങ്കരമാണോ അതുപോലെ തന്നെ അങ്ങയുടെ ആഗ്രഹം നിറവേറുന്നതും എനിക്കിഷ്ടമാണ്. അങ്ങയുടെ ആഗ്രഹങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. അവ പൂർത്തിയാക്കുന്നതിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ശരി, അങ്ങ് ആരാധന നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശേഷം അവിടുന്ന് വീട്ടിനകത്തുള്ള ഒരു കൂജയുടെ ഒരു കലം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് വുളു ചെയ്തു. വെള്ളം നിറച്ച കൂജയായിരുന്നു അത്. അവിടെ നിന്ന് കൂടുതൽ വെള്ളം ഉപയോഗിച്ചില്ല. കുറച്ച് വെള്ളം കൊണ്ട് വുളു എടുത്തു. തുടർന്ന് നമസ്കാരത്തിനായി നിന്നു. അവിടുന്ന് ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്ത് കരയാൻ തുടങ്ങി. അവിടുത്തെ കണ്ണുനീർ വസ്ത്രത്തിൻ്റെ കോന്തല വരെ ഇറ്റുകയുണ്ടായി. കണ്ണുനീർ കാരണം വസ്ത്രത്തിൻ്റെ താഴ്ഭാഗം പോലും മടിത്തട്ട് പോലും കുതിരുകയുണ്ടായി. ശേഷം അവിടുന്ന് വലതുവശത്ത് ചെരിഞ്ഞു കിടന്നു. വലതു കൈ കവിളത്ത് വെച്ച് കരയാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ ആ കണ്ണുനീർ കണങ്ങൾ നിലത്ത് ഇറ്റിറ്റായി വീഴുന്നുണ്ടായിരുന്നു. തുടർന്ന് സുബഹി നമസ്കാരത്തിന് സമയപ്പോൾ ഹസരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് വിളിക്കാൻ വന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, അങ്ങയുടെ മുമ്പത്തെയും പിമ്പത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ അങ്ങ് എന്തിനാണ് കരയുന്നത്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകണ്ടേ? നന്ദി പ്രകടനം സംബന്ധമായ ഒരു സംഭവം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിവരിച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. മറ്റൊരു നിവേദനത്തിൽ ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആകാശത്ത് കാർമേഘമോ അതുപോലെ കൊടുങ്കാറ്റിൻ്റെ ലക്ഷണങ്ങളോ കാണുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ആശങ്ക നിഴലിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മേഘം കാണുമ്പോൾ മഴ പെയ്യുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങളെല്ലാം സന്തോഷിക്കുന്നു. എന്നാൽ അങ്ങയുടെ മുഖത്ത് ആശങ്കയാണല്ലോ നിഴലിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ആയിഷ, ഈ കാറ്റ്, ഈ കൊടുങ്കാറ്റ് ശിക്ഷയുടേതാകില്ലെന്ന് നിനക്ക് ആശ്വസിക്കാനാകുമോ? അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാൻ വേണ്ടി ഞാൻ ഗൈബിൻ്റെ അറിവുള്ള വ്യക്തിയല്ല, അദൃശ്യജ്ഞാനിയല്ല. മുമ്പത്തെ സമുദായങ്ങൾക്കുണ്ടായതുപോലെ ശിക്ഷയുണ്ടാകില്ലെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിച്ച് സമാധാനിക്കാൻ കഴിയും? ഖുർആൻ പറയുന്നത് പോലെ ഒരു സമുദായം മേഘം കണ്ട് അത് മഴയായി വർഷിക്കുമെന്ന് കരുതി സന്തോഷിച്ചു. എന്നാൽ അത് അവർക്കുള്ള ശിക്ഷയായിരുന്നു. അതുകൊണ്ട് അത് എന്തായിത്തീരുമെന്നും എന്താകില്ലെന്നും എനിക്കെന്തറിയാം? ആയതിനാൽ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഭയവും സ്നേഹവും രണ്ടും കുടികൊള്ളുന്നതിനാൽ എൻ്റെ ഹൃദയം ഇങ്ങനെ കാണുമ്പോൾ ഈ ദൃശ്യത്താൽ ഭയചകിതമാകുന്നു. മറ്റൊരിടത്ത് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശം മേഘാവൃതമാകുന്നതായി കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഉലാത്തുകയും അകത്തേക്കും പുറത്തേക്കും വരികയും പോവുകയും ചെയ്യുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകുകയും ചെയ്യുമായിരുന്നു ഭയാശങ്കകൾ കൊണ്ട്. എന്നാൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ആകുലത നീങ്ങിപ്പോകുമായിരുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് ഹദരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തിരക്കിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത് ഹദരത്ത് ആദിൻ്റെ സമുദായത്തിൽ വർഷിച്ചതുപോലുള്ള മഴയാണോ എന്ന് എനിക്ക് അറിയില്ല. സൂറത്തുൽ അഹ്കാഫിൻ്റെ ആയത്തുദ്ധരിച്ചാണ് വിവരിച്ചത്. അവർ തങ്ങളുടെ താഴ്വരയിലേക്ക് കാർമേഘം നീങ്ങുന്നത് കണ്ടപ്പോൾ പറയുകയുണ്ടായി, ഈ മേഘം ഞങ്ങൾക്ക് മേൽ വർഷിക്കുന്നതാണ്. എന്നാൽ അത് അവർക്ക് മേൽ ശിക്ഷയായാണ് വന്നിറങ്ങിയത്. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അവിടുന്നും സഹാബാക്കളും ആദ്യത്തെ മഴത്തുള്ളികൾക്കായി തങ്ങളുടെ തല നഗ്നമാക്കുമായിരുന്നു, തലപ്പാവൊക്കെ ഊരുമായിരുന്നു. ഇത് തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള പുതിയ അനുഗ്രഹമാണെന്നും പുത്തൻ അനുഗ്രഹമാണെന്നും ഏറ്റവും അധികം അനുഗ്രഹപൂർണ്ണമാണ് ഈ മഴയെന്നും അവിടുന്ന് പറയുമായിരുന്നു. സാധാരണ മഴ പെയ്യുമ്പോൾ ഇതായിരുന്ന അവസ്ഥ, അവിടുത്തെ രീതി ഇതായിരുന്നു. ഉർവ ബിൻ സുബൈർ പറയുന്നു, മുശ്രിക്കീങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏറ്റവും ക്രൂരമായ പ്രവൃത്തി ഏതാണെന്ന് ഞാൻ അബ്ദുല്ലാ ബിൻ അംറിനോട് ചോദിച്ചു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കാബാലയത്തിൻ്റെ ഹത്തീമിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ ഉഖബ ബിൻ അബി മുഈത്ത് തൻ്റെ വസ്ത്രം അവിടുത്തെ കഴുത്തിൽ ചുറ്റിമുറുക്കി വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ചോദിച്ചു,
തൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുന്ന ഒരാളെ ആ ഒരു കാരണത്താൽ നീ കൊല്ലുകയാണോ, കൊല്ലാൻ ശ്രമിക്കുകയാണോ? ഇദ്ദേഹം ദൈവത്തിൽ സ്നേഹമുള്ളവനും ദൈവാനുരാഗബദ്ധനും ആയിക്കൊണ്ട് ദൈവാരാധന നടത്തുകയാണ് ഇവിടെ. ഇദ്ദേഹത്തെ നിങ്ങൾ വധിക്കാൻ തുനിയുകയാണോ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ ദൈവസ്നേഹത്തിൽ മുഴുകിയതായി കാണാൻ സാധിക്കും. ദൈവാനുരാഗത്തിന്റെ ആദർശങ്ങൾ കണ്ട് മക്കയിലുള്ളപ്പോൾ പോലും പറയുമായിരുന്നു, ഇന്ന മുഹമ്മദൻ അഷിക റബ്ബഹു. അതായത് ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രക്ഷിതാവിൻ്റെ പ്രേമിയായി മാറിയിരിക്കുന്നു, അനുരാഗിയായി മാറിയിരിക്കുന്നു. ഹസരത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസ്തിത്വത്തിൻ്റെ അനുരാഗിയും ഉന്മാദിയുമായി മാറി. തൽഫലമായി ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വലിയ സ്ഥാനമാനങ്ങൾ അവിടത്തേക്ക് ലഭിച്ചു. അവിടത്തേക്ക് എത്രമാത്രം ദൈവസ്നേഹം ഉണ്ടായിരുന്നെന്നാൽ പൊതുജനങ്ങളും ഇപ്രകാരം പറയുമായിരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമായിരുന്നു, അഷിക മുഹമ്മദുൻ അലാ റബ്ബി. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രക്ഷിതാവിൻ്റെ പ്രേമിയായി മാറിയിരിക്കുന്നു. ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത് പ്രകാരം പറയുന്നു, ഖുറൈശികളായ സത്യനിഷേധികളുടെ നാവുകളിൽ നിന്ന് പോലും ഇദ്ദേഹം ദൈവപ്രേമിയാണെന്ന് സാക്ഷ്യം സ്വമേധയാ പുറത്തു വരുന്ന ആ സത്യസന്ധനായ മനുഷ്യൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖകമലം സ്വഹാബികൾ കണ്ടിരുന്നു. ആ മുഖശ്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖശ്രീ സഹാബാക്കൾ ദർശിച്ചിരുന്നു. ദിവസേനയുള്ള പ്രാർത്ഥനകളും സ്നേഹം തുളുമ്പുന്ന സുജൂദുകളും കണ്ടും അനുസരണത്തിൽ ലയിച്ചു ചേർന്ന അവസ്ഥയും ആ മുഖത്തെ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും തെളിഞ്ഞ അടയാളങ്ങളും അവർ കണ്ടിരുന്നു. അതായത് പ്രേമത്തിൻ്റെ പ്രകാശപൂർണമായ ചിഹ്നങ്ങൾ തിരുനബിയുടെ തിരുമുഖത്ത് അവർക്ക് കാണുമാറായി. ആ പരിശുദ്ധ മുഖത്ത് ദൈവിക പ്രകാശം വർഷിക്കുന്നത് ദർശിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പറയുമായിരുന്നു, ആഷിക മുഹമ്മദുൻ അലാ റബ്ബിഹി. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രക്ഷിതാവിൻ്റെ പ്രേമിയായി മാറിയിരിക്കുന്നു. പിന്നീട് സ്വഹാബാക്കൾ ആ സത്യസന്ധതയും സ്നേഹവും ആത്മാർത്ഥതയും മാത്രമല്ല ദർശിച്ചത്, മറിച്ച് നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി പോലെ കുതിച്ചൊഴുകുന്ന, കുലംകുത്തിയൊഴുകുന്ന ആ സ്നേഹത്തിന് പകരമായി അള്ളാഹുവിൻ്റെ സ്നേഹത്തെയും അസാധാരണമായ സഹായങ്ങളുടെ രൂപത്തിൽ അവർ ദർശിച്ചു. നബിയുടെ ദൈവാനുരാഗത്തെ പോലെ, ദൈവപ്രേമത്തെ പോലെ ദൈവത്തിന് അള്ളാഹുവിന് നബിയോടുള്ള സ്നേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ദൈവസഹായങ്ങളുടെ രൂപത്തിൽ അവർ കാണുകയുണ്ടായി. അപ്പോൾ ദൈവമുണ്ടെന്ന്, അള്ളാഹു ഉണ്ടെന്ന് ദൈവാസ്തിത്വത്തിൽ അവർക്ക് ബോധ്യം വരികയും ആ ദൈവം ഈ വ്യക്തിയോടൊപ്പമുണ്ടെന്ന് അവരുടെ ഹൃദയങ്ങൾ ഏറ്റുപറയുകയും ചെയ്തു. അവർ അത്രയധികം ദിവ്യാത്ഭുതങ്ങളും മോചിതത്വങ്ങളും വാനലോക ദൃഷ്ടാന്തങ്ങളും ദർശിച്ചു. അതോടെ അള്ളാഹു എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഉന്നതമായൊരു സത്ത യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്നും സകല കാര്യങ്ങളും അവൻ്റെ അധികാരത്തിന് കീഴിലാണെന്നും അവന് അസാധ്യമായ ഒന്നുമില്ലെന്നുമുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ലാതെയായി. അതുകാരണം ഒരാളുടെ സകല സംശയങ്ങളും നീങ്ങുന്നത് വരെ ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കാത്ത അത്രയും വലിയ സത്യസന്ധതയും ആത്മസമർപ്പണവും ത്യാഗസന്നദ്ധയും അവരും സഹാബാക്കളും കാഴ്ചവെക്കുകയുണ്ടായി. അവരുടെ അവസ്ഥയും അത്രത്തോളം ഉന്നതമായി ആ അടയാളങ്ങൾ കണ്ടുകൊണ്ട് മനുഷ്യൻ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയപൂർവ്വം പിന്തുടരുന്നതിലുമാണ് ആ പരിശുദ്ധ സത്ത അള്ളാഹു സംതൃപ്തനാകുന്നത് എന്ന് അവർ സ്വന്തം കണ്ണുകളാൽ കണ്ടു. അങ്ങനെ ഈ ദൃഢബോധ്യത്തിന് ഹക്കുൽ യക്കീന് ശേഷം അവർ കാണിച്ച അനുസരണവും ആ അനുസരണത്തിൻ്റെ ആവേശത്തിൽ അവർ ചെയ്ത പ്രവൃത്തികളും തങ്ങളുടെ പ്രിയപ്പെട്ട മാർഗദർശിക്കായി അവർ സ്വന്തം ജീവനുകൾ സമർപ്പിച്ച രീതിയുമൊക്കെ അനുഭവമില്ലാതെ ഒരാൾക്കും സാധ്യമാവുന്ന ഒന്നല്ല. അതൊക്കെ അനുഭവ സാക്ഷ്യം വേണ്ട കാര്യങ്ങളാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കുകയല്ല. ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അതായത് അവിടുത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ വശങ്ങളും രീതികളും എന്താണെന്ന് ആരാഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ദൈവജ്ഞാനം മാരിഫത്ത് എൻ്റെ മൂലധനമാണ്, ബുദ്ധി എൻ്റെ ദീനിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെ മാരിഫത്ത് ദൈവജ്ഞാനം എനിക്ക് അള്ളാഹു പ്രദാനം ചെയ്തതാണ്, അത് എൻ്റെ മൂലധനമാണ്, സ്വത്താണ്, എൻ്റെ സമ്പത്താണ്. അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധാരശില. വിവേകം എനിക്ക് അള്ളാഹു പ്രദാനം ചെയ്തതാണ്, അത് ഞാൻ ദൈവസ്നേഹത്തിനായി ഉപയോഗിക്കുന്നു. അത് അവൻ നിർദ്ദേശിച്ച ആദർശങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു. അത് എൻ്റെ ദീനിൻ്റെ അടിത്തറയാണ്. ദൈവമാർഗത്തിൽ മുന്നേറാനുള്ള താല്പര്യം, ഷൗക്ക് എൻ്റെ വാഹനമാണ്. ദൈവമാർഗത്തിലും അള്ളാഹുവിനുള്ള സ്നേഹത്തിലും ഞാൻ
മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു, മുൻഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു താല്പര്യമാണ് എൻ്റെ വാഹനം. അതിൽ കയറിയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇതിൽ സവാരി ചെയ്തുകൊണ്ടാണ് ഞാൻ നിരന്തരം മുന്നോട്ട് പോവുകയും മുജാഹിദകൾ തീവ്രയത്നങ്ങളും ആരാധനകളും നടത്തുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സ്മരണയാണ് എൻ്റെ മിത്രവും സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന കാര്യവും ദിക്ർ ഇലാഹിയാണ്. ആരാണ് എൻ്റെ സുഹൃത്ത്? ആരാണ് എൻ്റെ മിത്രം? ആരാണ് എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് സാന്ത്വനമേകുന്നത്? അത് ദിക്ർ ഇലാഹിയും അവനെക്കുറിച്ചുള്ള സ്മരണയും പ്രാർത്ഥനകളും മാത്രമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് എൻ്റെ നിധി. ഞാൻ അവനിൽ മാത്രം ഭരമേൽപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് എൻ്റെ നിധി. നിങ്ങൾ ചോദിക്കുന്ന ആ വഴിയിൽ ദുഃഖവും സങ്കടവും എൻ്റെ ചങ്ങാതിമാരാണെന്ന് ഓർക്കുക. ഏതെങ്കിലും ദുഃഖമോ വിഷമോ എന്നെ ബാധിച്ചാൽ അവ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവും എൻ്റെ ജീവിതത്തിൽ കൂടെയുള്ളവയുമാണ്. അള്ളാഹു എന്നോടൊപ്പം ഉള്ളതിനാൽ ഞാൻ അവയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, അറിവാണ്, ഇൽമാണ് എൻ്റെ ആയുധം. അറിവ് സമ്പാദിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. കാരണം അറിവ് നേടുന്നതിലൂടെ ബുദ്ധി തെളിയുകയും ദൈവത്തെക്കുറിച്ചുള്ള മാരിഫത്ത്, തിരിച്ചറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നേരിട്ടാണ് എന്നെ അറിവ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ വലിയ ആയുധം മറ്റൊന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇതാണ് എൻ്റെ ആയുധം. ഇതിലൂടെയാണ് ഞാൻ പുരോഗതി പ്രാപിക്കുന്നത്. ലൗകികമായ അറിവിലും നിങ്ങൾക്കത് കാണാം. മുൻ ഖുതുബകളിൽ യുദ്ധങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോൾ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ അറിവ് കാരണം എങ്ങനെയാണ് അവിടുന്ന് മികച്ച ആസൂത്രണങ്ങൾ, പ്ലാനിങ് നടത്തിയിരുന്നത് എന്ന് ഞാൻ വിവരിച്ചു. അതുപോലെ തന്നെ അവിടത്തേക്ക് അനന്തമായ ആത്മീയ ജ്ഞാനവും ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും വ്യക്തവും പ്രകടവുമാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ക്ഷമയാണ്, സബറാണ് എൻ്റെ ഒടയാട, മേൽവസ്ത്രം. അതായത് എൻ്റെ വസ്ത്രം ക്ഷമയാണ്. അള്ളാഹുവിൻ്റെ ഹിതത്തിൽ സംതൃപ്തനായിരിക്കുക എന്നതാണ് എൻ്റെ യുദ്ധ മുതൽ, ഗനീമത്ത് മുതൽ. ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ സംതൃപ്തനായിരിക്കുന്നു. ഇതാണ് എൻ്റെ യുദ്ധം മുതൽ. ദാരിദ്ര്യം എൻ്റെ അഭിമാനമാണ്. പുറമെ ദരിദ്രനോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥയോ ആണെങ്കിൽ അതാണ് എൻ്റെ അഭിമാനം. ദാരിദ്രാവസ്ഥയായിരുന്നിട്ടും അള്ളാഹു എനിക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ലൗകിക വിരക്തി എൻ്റെ നൈപുണ്യമാണ്. എൻ്റെ നൈപുണ്യം ലൗകിക വിരക്തിയും ദൈവഭക്തിയുമാണ്, തഖ്വയാണ്, സുഹദാണ്. അത് നേടിയെടുക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. യഖീൻ, ഉറച്ച വിശ്വാസം എൻ്റെ കരുത്താണ്. അള്ളാഹുവിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് കരുത്ത് ലഭിക്കുന്നത്. സത്യസന്ധത എൻ്റെ ശുപാർശകനാണ്. ഞാൻ ഒരിക്കലും തെറ്റായ കാര്യം പറഞ്ഞിട്ടില്ല. സത്യസന്ധത തന്നെയാണ് എൻ്റെ ശുപാർശക്കുള്ള മാർഗം. ഇത്താഅത്ത്, അനുസരണം എനിക്ക് മതിയായതാണ്. അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയും പൂർണ്ണമായ അനുസരണത്തോടെ പ്രവർത്തിക്കുന്നതിനാണ് ഞാൻ. ജിഹാദ് എൻ്റെ സ്വഭാവമാണ്. അത് ശാരീരികമായ രീതിയിലുള്ള ജിഹാദായാലും ഭൗതിക ജിഹാദായാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആത്മീയ ജിഹാദായാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ അവകാശങ്ങൾ, കടമകൾ നിറവേറ്റുന്നതിനുള്ള ജിഹാദായാലും അത് തന്നെയാണ് എൻ്റെ സ്വഭാവം. എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ യഥാർത്ഥ കൺകുളിർമ, എനിക്ക് ആനന്ദം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം ശ്രദ്ധിക്കുക, അവനെ ആരാധിക്കുക, അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നിവയാണത്. മറ്റൊരു ഹദീസിൽ പ്രകാരം പറയുന്നു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൻ്റെ ഫലം അള്ളാഹുവിനെ സ്മരിക്കലാണ്. എൻ്റെ താല്പര്യം എൻ്റെ രക്ഷിതാവിലാണ്. ഇതായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ മാതൃകയും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ സമർപ്പിച്ചത്. ഈ മാതൃകയുടെ സ്വാധീനം കാരണമാണ് സ്വഹാബികളിൽ ഒരു വിപ്ലവം സംജാതമായത്. മുമ്പ് സങ്കല്പിക്കാൻ പോലും, ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയൊരു സ്ഥാനം അവർക്ക് അങ്ങനെ ലഭിക്കുകയുണ്ടായി തിരുനബിയെ പിൻപറ്റിയതുകൊണ്ട്. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുമ്പ് പ്രസ്താവിച്ചതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ, സത്യദാസനായ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം സ്വീകരിച്ചത് ഇതേ പൂർണ്ണവും സമ്പൂർണവുമായ അധ്യാപനമാണ്. അദ്ദേഹം ഒരിടത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി പിന്തുടർന്നതിനാലാണ് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചരുളിയത്. പഞ്ചാബിയുള്ള ഒരു കവിതാശകലം സ്വപ്നത്തിൽ 2 തവണ എനിക്ക് നൽകപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിലൊന്നിതാണ്, ജേ തു മേരാ ഹോ രഹേ സബ് ജഗ് തേരാ ഹോ. ഇത് നീ എൻ്റേതാകുകയാണെങ്കിൽ ലോകം മുഴുവൻ എൻ്റേതായിത്തീരും. മറ്റൊരിക്കൽ വിശാലമായ ഒരു മൈതാനത്ത് ദൈവസ്നേഹത്താൽ ഉന്മത്തനായ ഒരാൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തെത്തിയപ്പോൾ അയാൾ ഇപ്രകാരം ഒരു കവിത ചൊല്ലി. പഞ്ചാബിയുള്ള 2ാമത്തെ കവിതാശകലം ഇതാണ്. ഇത് 2ആണ് സ്വപ്നത്തിൽ. ഈ 2 കവിതാശകലങ്ങളുമാണ് മസീഹ് ഇസ്ലാം ആവർത്തിച്ച് കണ്ടത്. ഈഷ്ക് ഇലായി മൂപ്പർ വസ്സെ വലിയ എ നിഷാനി. ദൈവസ്നേഹം മുഖത്ത് പ്രകാശിക്കുന്നു. അതാണ് ഔലിയാക്കളുടെ അടയാളം. അതായത് വലിമാരുടെ അടയാളം അവരുടെ മുഖത്ത് ദൈവസ്നേഹം വർഷിക്കുന്നു എന്നതാണ്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ദൈവസ്നേഹത്തിൻ്റെ പ്രകാശം ദൃശ്യമായതിനാലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്.
തനിക്ക് ലഭിച്ചതെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നതിലൂടെയാണ് ലഭിച്ചതെന്ന് അദ്ദേഹം മറ്റൊരിടത്ത് പറയുകയുണ്ടായി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃക. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജമാഅത്ത് സ്ഥാപിച്ചത്. നമ്മൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളാണെന്ന് അവകാശപ്പെടുമ്പോൾ അവിടുത്തെ സത്യസന്ധനായ ദാസന്റെ കൈകളിൽ ബയ്യത്ത് ചെയ്ത് നമ്മുടെ ജീവിതം ദൈവകൽപ്പനകൾക്ക് അനുസൃതമായി മാറ്റാൻ കരാർ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അതിനാൽ ഓരോ കാര്യവും അള്ളാഹുവിനായി മാത്രം ചെയ്യാനും അവന്റെ സ്നേഹത്തിൽ മുന്നേറാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്രകാരം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരാകാൻ സാധിക്കൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ എന്ന നിലയിലുള്ള അവകാശം ശരിയായി നിറവേറ്റാനും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ബയ്യത്തിൽ, അനുസരണ പ്രതിജ്ഞയിൽ, ശിഷ്യത്വത്തിൽ വന്നതിന്റെ കടമ പൂർത്തിയാക്കാനും യഥാർത്ഥ അനുയായികളിൽ ഉൾപ്പെടാനും അപ്പോൾ മാത്രമേ സാധിക്കൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക്, അതിനുള്ള സൗഭാഗ്യം തന്നരുളുമാറാകട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്കായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. 2 ദിവസം മുമ്പ് മുബാറക് സാനി സാഹിബിൻ്റെ കേസിൽ സെഷൻസ് ജഡ്ജി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് വിധിച്ചിരുന്നു. ഖുർആൻ കൈവശം വെച്ചു അത് വായിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഇതാണ് അവിടെയുള്ള കോടതികളുടെ അവസ്ഥ. ഇവരിൽ നിന്ന് ഇനി എന്ത് നന്മയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇതൊരു പരിഹാസ്യമായ വിധിയാണ്, അപലപനീയമാണെന്ന് ഇതര വിഭാഗങ്ങളിൽപ്പെട്ട എഴുത്തുകാർ പോലും മാധ്യമപ്രവർത്തകരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില മൗലവിമാർ ഈ വിധിയെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും നീതിബോധമുള്ളവർ ഇതിനെ പരിഹസിച്ച് തള്ളുന്നു. ഖുർആൻ വീട്ടിൽ വയ്ക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചിലർ ചോദ്യം ഉന്നയിക്കുന്നു. ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെയും അവരുടെ അനുയായികളുടെയും അവസ്ഥ ഇതാണ്. ഭരണകൂടവും ഭരണ സംവിധാനവും ഈ മൗലവിമാരുടെ പിന്നാലെയാണ് പോകുന്നത്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. അള്ളാഹു അവരെ എത്രയും വേഗം പിടികൂടട്ടെ. അള്ളാഹുവിൻ്റെ ശിക്ഷ തീർച്ചയായും അവർക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ദുആകളിലോ അതുപോലെ ഇബാദത്തുകളിലോ ആരാധനകളിലോ ഉള്ള കുറവുകൾ കാരണം അതിൽ കാലതാമസം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കാർമേഘങ്ങൾ കാണുമ്പോൾ ഭയത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിനാൽ പ്രാർത്ഥനകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുപോലെ ലോകത്തെമ്പാടുമുള്ള മർദ്ദിതർക്കായി പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകുകയും കുഴപ്പങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായബ് നമസ്കാരം നടത്തുന്നതായിരിക്കും. ഒന്നാമത്തേത് മൗലാന ജലാലുദ്ദീൻ നിയർ സാഹിബിൻ്റെ അനുസ്മരണമാണ്. അദ്ദേഹം ഖാദിയാനിലെ സദർ അഞ്ജുമൻ അഹമ്മദിയുടെ മുൻ പ്രസിഡന്റും മജ്ലിസ് തഹ്രീക് ജദീദിന്റെ മുൻ പ്രസിഡന്റുമായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് എച്ച് ഹുസൈൻ സാഹിബ് ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് 1922 ബസറയിൽ വെച്ച് ഇറാഖിൽ വെച്ച് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സത്യദൂതൻ മാസികയുടെ എഡിറ്റർ ആയിരുന്നു. 1950 ഹസ്രത്ത് മുസ്ലിം മൗദുല്ലാഹിന്റെ ആഹ്വാനപ്രകാരം അദ്ദേഹം സകുടുംബം ഖാദിയാനിലേക്ക് താമസം മാറി. കേരളത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പാഠ്യത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം വഫാത്തായി. പിതാവ് 1 വർഷത്തിനുള്ളിൽ ഖാദിയാനിലെത്തിയതിനു ശേഷം വഫാത്തായി. ജലാലുദ്ദീൻ നെയ്യർ സാഹിബിന്റെ മാതാവ് സുബൈദ സുൽത്താന സാഹിബ പിന്നീട് ഒരു ദർവേഷായ ചൗധരി അബ്ദുൽ ഹക്ക് സാഹിബിനെ വിവാഹം കഴിച്ചു. അദ്ദേഹം നെയ്യർ സാഹിബിന്റെ സഹോദരി സഹോദരന്മാരെ പരിപാലിക്കുകയുണ്ടായി. ഖാദിയാനിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജലാലുദ്ദീൻ നെയ്യർ സാഹിബ് 1963 മൗലവി ഫാസിൽ പരീക്ഷ പാസ്സായി. ജാമ്യയിൽ നിന്നും പഠിച്ചു ഇറങ്ങി മൗലവി ഫാസിലായി. അഞ്ജുമനിൽ നിയമിതനായി. ദീർഘകാലം ഇൻസ്പെക്ടർ ബൈത്തുൽ മാൽ ആയി സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയിലുടനീളമുള്ള ജമാത്തുകൾ അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി വളരെ കഠിനാധ്വാനത്തോടും സ്നേഹത്തോടും കൂടി അദ്ദേഹം ജമാഅത്ത് അംഗങ്ങളെ ചന്തയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുമുള്ള ജമാഅത്ത് അംഗങ്ങളുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. മർഹൂമിന് 63 വർഷകാലം ജമാഅത്തിനെ സേവിക്കാനുള്ള, അഹമ്മദിയ ജമാഅത്തിനെ സേവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആദ്യം ഇൻസ്പെക്ടർ,
ബൈത്തുൽ മാൽ ആമദ്, പിന്നെ ഓഡിറ്റർ മുഹാസിബ്, പിന്നെ സുദീർഘകാലം നാസിർ ബൈത്തുൽ മാൽ ആമദ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ഞാൻ സൂചിപ്പിച്ചതുപോലെ 7 വർഷം സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ സദറായി പ്രസിഡന്റായി നിയമിതനായിരുന്നു. പിന്നീട് ആരോഗ്യം അനുവദിക്കുന്നവരെ അദ്ദേഹം മജ്ലിസ് തഹ്രീക് ജദീദിന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. അതുപോലെ പോഷക സംഘടനകളിലും ഖുദ്ദാം അഹമ്മദിയ, അൻസാറുള്ള എന്നിവയിലും സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു. അദ്ദേഹം വലിയ ആരാധകനും നോമ്പ് നമസ്കാരാദികളിലും നിഷ്ഠയുള്ളവനുമായിരുന്നു. ഖിലാഫത്തിന്റെ ഓരോ നിർദ്ദേശവും അനുസരിക്കുന്നതിൽ മുമ്പന്തിയിലായിരുന്നു. അദ്ദേഹം ഒരു കായിക പ്രതിഭയും അത്ലീറ്റുമായിരുന്നു. ആ നിലയ്ക്കും അദ്ദേഹം അവിടെ കാര്യങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു. കാശ്മീരിലെ ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത്. അദ്ദേഹത്തിന്റെ പത്നി നേരത്തെ തന്നെ വഫാത്തായിരുന്നു. പരേതിന് 2 ആൺമക്കളും 1 മകളുമാണുള്ളത് സംതൃപ്ത കുടുംബത്തിൽ. അവർ ജമാഅത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, പാപമോചനവും കാരുണ്യവും നൽകുമാറാകട്ടെ. രണ്ടാമതായി അനുസ്മരിക്കുന്നത് മീർ ഹബീബ് അഹമ്മദ് സാഹിബിനെയാണ്. മുഷ്താഖ് അഹമ്മദ് സാഹിബിന്റെ മകനായിരുന്നു. 79-ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം വളരെ സ്നേഹനിധിയും വിനയമുള്ളവനും ഖിലാഫത്തിനോട് അങ്ങേയറ്റം കൂറുള്ളവനുമായിരുന്നു. അള്ളാഹുവിന്റെ കൃപയാൽ അദ്ദേഹം ഒരു മൂസിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് അഹമ്മദിയത്ത് കടന്നു വന്നത് അദ്ദേഹത്തിന്റെ പിതാമഹൻ ബാവു അബ്ദുറഹീം സാഹിബിലൂടെയായിരുന്നു. അദ്ദേഹം 1903-ൽ ഫാറൂഖ് മാസികയുടെ എഡിറ്ററായിരുന്ന ഹസ്രത്ത് മീർ കാസിം അലി സാഹിബ് റളിയല്ലാഹു മുഖേനയാണ് ബയ്യത്ത് ചെയ്തത്. ഹസ്രത്ത് മീർ കാസിം അലി സാഹിബിന് സ്വന്തമായി സന്താനങ്ങൾ ഇല്ലാത്തതിനാൽ മീർ ഹബീബ് സാഹിബിന്റെ പിതാവ് മുഷ്താഖ് അഹമ്മദ് സാഹിബിനെ അദ്ദേഹം ദത്തെടുക്കുകയായിരുന്നു. മീർ ഹബീബ് സാഹിബ് ലാഹോറിലെ ഗവൺമെന്റ് കോളേജിൽ നിന്നും FSCയും BSCയും പൂർത്തിയാക്കി. പിന്നീട് MSc ഫിസിക്സ് ബിരുദവും നേടി. ശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ ജമാഅത്ത് സേവനങ്ങൾ ഇനി പറയുന്നവയാണ്. 1970 മുതൽ 1971 വരെ താലിമുൽ ഇസ്ലാം കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ഖിദ്മത്ത് തുടങ്ങി. കോളേജ് ദേശസാൽക്കരിക്കപ്പെടുന്നത് നാഷണലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കാര്യമാണ്. 1973 മുതൽ 1976 വരെ നുസ്രത് ജഹാൻ സ്കീമിന് കീഴിൽ സിയറലിയോണിലേക്ക് പോവുകയും ആഫ്രിക്കയിൽ പോയി അവിടെ ഫ്രീ ടൗണിൽ ഫിസിക്സ് അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 1976-ൽ പാകിസ്ഥാനിലേക്ക് മടങ്ങി വന്നു. പിന്നീട് 1976-ൽ തന്നെ നൈജീരിയയിലേക്ക് പോവുകയും അവിടെ 1987 വരെ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്യുകയും ചെയ്തു. 1987-ൽ ആഫ്രിക്കയിലായിരിക്കും അദ്ദേഹം തന്റെ ജീവിതം ജമാഅത്തിനായി സമർപ്പിച്ചു. വഖഫ് സിന്ദഗിയായി 1987-ൽ വഖഫ് സിന്ദഗി എന്ന നിലയിൽ അഹമ്മദിയ സീനിയർ സെക്കൻഡറി സ്കൂൾ ഹമർഷയിൽ പ്രിൻസിപ്പളായി ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള അദ്ദേഹത്തെ നിയമിച്ചു. അവിടെ 1991 വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ശേഷം പാകിസ്ഥാനിലേക്ക് തിരിച്ചു വരികയും അവിടെയും ജമാഅത്തിന്റെ വിവിധ നിലകളിൽ സേവനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. 1992-ൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ള ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനയ്ക്ക് അദ്ദേഹത്തെ സിയറലിയോണിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ വിദഗ്ധ റിപ്പോർട്ടിന്മേൽ അവിടെ ചില പ്രവർത്തനങ്ങൾ നടന്നു. 1996-ൽ നുസ്രത് ജഹാൻ അക്കാദമി റബൂവിയയിൽ ഫിസിക്സ് അധ്യാപകനായി നദർ താലിമിന്റെ കീഴിൽ നിയമിക്കപ്പെട്ടു. അവിടെ നിന്നാണ് അദ്ദേഹം വിരമിച്ചത്, റിട്ടയർഡ് ആയത്. കൂടാതെ സദർ ഉമൂമിയുടെ ഓഫീസിലും ഇസ്ലാം കമ്മിറ്റിയിലും അദ്ദേഹം വോളണ്ടിയറായി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പത്നി ഇപ്രകാരം എഴുതുന്നു: എൻ്റെ ഭർത്താവ് നമസ്കാര നോമ്പ് കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം സൗമ്യശീലനും ഒരിക്കലും ഒരു തരത്തിൽ ആവശ്യങ്ങളും ഉന്നയിക്കാത്ത, ഒരു തരം ഡിമാൻഡുകളും വെക്കാത്ത വ്യക്തിയുമായിരുന്നു. വായനയിൽ അതീവ തൽപരനായിരുന്നു. വലിയൊരു വിജ്ഞാന പ്രേമിയായിരുന്നു. വിജ്ഞാന കുതുകിയായിരുന്നു. ആരെങ്കിലും സമ്മാനം ചോദിച്ചാൽ തനിക്ക് പുസ്തകങ്ങൾ മതിയെന്നായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ അദ്ദേഹം ആഴത്തിൽ പഠിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും കള്ളം പറയുമായിരുന്നില്ല. എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്താൻ പാടില്ലാത്തതാണെങ്കിൽ അദ്ദേഹം മൗനം പാലിക്കുമായിരുന്നു. അല്ലാതെ തെറ്റായ ഒരു കാര്യവും പറയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകളും ഇതേ ഗുണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ മാന്യനും തൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവനുമായിരുന്നു. തൻ്റെ ജീവിത സമർപ്പണത്തെ, വഖഫിനെ വിശ്വസ്തയോടെ അദ്ദേഹം നിറവേറ്റി. അള്ളാഹു അദ്ദേഹത്തോട് പാപമോചനവും കാരുണ്യവും തോടും പെരുമാറാകട്ടെ. ഹദരത്ത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിന്റെ മകൻ മേജർ സയ്യിദ് അഹമ്മദ് സാഹിബിന്റെ മകളായ സയ്യിദ ലുബ്നയുമായാണ് അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത്. ഹദരത്ത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബ് ഹദരത്ത് മീർ നാസിർ നവാബ് സാഹിബിന്റെ മകനായിരുന്നു എന്നത് ജമാഅത്തിൽ
അറിയുന്ന കാര്യമാണ്, വളരെ സുപരിചിതമായ സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷ ജമാത്തിൽ ഏറെ പ്രചാരത്തിലുള്ളതാണ്. ഏതായാലും അള്ളാഹു പലയതിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.